മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് ഞാനൊരു ലൈനിങ് ചുരിദാറിൻ്റെ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കാതെ അന്ന് ക്യാൻവാസ് വെച്ച അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ മെഷർമെൻറ്റുകളും വളരെ കറക്റ്റായിട്ട് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കും. എന്നാൽ നമ്മളിവിടെ ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാതെ, കൈ തുന്നൽ ചെയ്യാതെ ഈ കഴുത്തിന് വെക്കുന്ന പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം എന്നാൽ നമ്മുടെ നല്ല പീസിലേക്ക് ആ സ്റ്റിച്ചിങ് കാണാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്നുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും ഒക്കെ ലൈനിങ്ങും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഷോൾഡറും ആം ഹോളും ഒക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പീസ് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ഉള്ളിലിരിക്കുന്ന പീസാണ് ഫ്രണ്ട് പീസ്. അതിൻ്റെ ലൈനിങ്ങും ആ പീസും കൂടെ നമുക്കിതുപോലെ മാറ്റി വെക്കാം. ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഒക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നെക്ക് നമ്മൾ രണ്ടളവിലാണല്ലോ ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് കഴുത്തകലം കിട്ടണം. തയ്ച്ച് കഴിഞ്ഞിട്ട് 3 ഇഞ്ച്, അതായത് ടോട്ടൽ 6 ഇഞ്ച് ഫോൾഡ് ചെയ്യുന്ന മെഷർമെൻ്റാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് 3 ഇഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കാതെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്ത് എടുക്കണം. അതായത് 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്ത് എടുക്കണം. നമുക്ക് എത്രയാണോ കഴുത്തകലം വേണ്ടത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കാതെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ. അതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, എനിക്കിവിടെ 3 ഇഞ്ചാണ് ബാക്ക് നെക്കിന് ഇറക്കം വേണ്ടത്. അപ്പോൾ ആ ഇറക്കം ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. നെക്കിന് ഇറക്കം നമ്മൾ എത്രയാണോ വേണ്ടത് അത്ര തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ അത് 3.5 ഇഞ്ചായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് അകലത്തിലും 3.5 ഇഞ്ച് അകലത്തിലുമാണ് നമുക്ക് കഴുത്ത് ഇറക്കം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അത് നമ്മൾ തയ്ക്കുന്നത് ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിനേക്കാളും വിഡ്ത്തിൽ 1/2 ഇഞ്ച് മാറിയാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം നമുക്കവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ആവശ്യമുള്ള അതേ അളവ് 3 ഇറക്കം തന്നെ നമുക്ക് കിട്ടും. 3 ഇഞ്ച് തന്നെ കറക്റ്റ് അളവിനുള്ള നമുക്ക് ആവശ്യമുള്ള ഇറക്കം തന്നെ കിട്ടും. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം 1/2 ഇഞ്ച് നമുക്കവിടെ പോകും. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കിട്ടുന്ന 3.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് അവിടെ കുറയും. അപ്പോൾ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കഴുത്ത് അകലം എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചും ഇറക്കം എത്രയാണോ വേണ്ടത് അത്രയും തന്നെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ക്യാൻവാസ് ഉപയോഗിക്കാതെ നെക്കിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇട്ടിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും ഫ്രണ്ട് പീസും നമുക്ക് ഒരുമിച്ച് എടുത്ത് വെക്കാം. ഇനി അതുപോലെ നമ്മൾ എടുത്ത പോലെ തന്നെ ഫ്രണ്ടിനും എനിക്ക് 3 ഇഞ്ചാണ് അകലം വേണ്ടത്. പക്ഷേ ഞാൻ 1/2 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ 6 ഇഞ്ച് ഇറക്കം വേണം. ആ സെയിം ഇറക്കം ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ബോക്സ് വരച്ച് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് റൗണ്ടാക്കി മാർക്ക് ചെയ്ത് വരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് ഇറക്കവും 2.5 ഇഞ്ച് അകലത്തിലും ഞാനിതുപോലെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കുന്ന ഈ സമയത്താട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കും. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ആം ഹോള് ചുളിവൊന്നുമില്ലാതെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആം ഹോള് ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പീസും ഷേപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സൈഡിൽ നിന്ന് വന്ന പീസ് എടുത്ത് വെച്ച് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലെങ്ത് വൈസ് ബാക്കി വന്ന പീസ് എടുത്തിട്ട് നമുക്ക് നെക്കിന് വേണ്ടുന്ന ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക.
അപ്പം നമുക്ക് ഒരേ അകലത്തിൽ ഇതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഷേപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുക. നമ്മൾ അംബ്രല്ലയുടെ സ്കർട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പോയിന്റുകളിൽ നിന്നും ഇതുപോലെ വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ പോയിന്റുകളിലും വെച്ചിട്ട് 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരേ അളവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ബിഗിനേഴ്സായിട്ട് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. നമ്മൾ അതുപോലെ ഒരേ അകലത്തിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ ഷേപ്പ് വെച്ച് കൊടുത്തത് വെച്ച് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത അതേ ഇത് പോയിൻറ്റുകൾ ജോയിൻ ചെയ്തെടുത്ത് നെക്കിൻ്റെ ഷേപ്പിന് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് അളവിന് പീസ് കിട്ടും. ഇനി ബാക്കി വരുന്ന പീസിൽ നിന്ന് അതുപോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നെക്കിൻ്റെ ഷേപ്പ് നെക്കിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു 2 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒരേ അളവിൽ വരാൻ പാകത്തിന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസുകൾ അരികൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പീസ് എടുത്ത് വെച്ച് അരിക് ഒരു 1/2 ഇഞ്ച് മടക്കി ഒരേ അകലത്തിൽ നമുക്ക് ഒരേ അളവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം മടക്കി അടിക്കുന്നത് ഒരേ അളവിൽ തന്നെ മടക്കണം. നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരേ അളവിൽ തന്നെ മടക്കി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ അത് ഇതിലേയും പോകാതെ വളഞ്ഞു പൊളഞ്ഞു പോകാതെ വക്കേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമുക്ക് പിന്നീട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വക്കിൽ കൂടി അരികിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലൈനിങ്ങും അതിൻ്റെ പീസും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്ത് ഈ നെക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പീസ് നമ്മൾ അരികു മടക്കിയടിച്ചെടുത്തത് ഈ ലൈനിങ്ങും നല്ല പീസും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി തയ്ക്കുമ്പോൾ തെന്നി മാറുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ആദ്യമേ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഒരുമിച്ച് വെച്ച് ആദ്യം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നെക്കിൻ്റെ പീസ് ഇതുപോലെ എടുത്ത് വെക്കുക. നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിൽ കൂടെയും ഒരുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മുട്ട് സൂചിയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരേ തയ്യൽ തുമ്പ് ഒരേ അകലത്തിൽ ഒന്ന് തെന്നി മാറിപ്പോകാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളവ് വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ അതേപോലെ തന്നെ വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം കർവ് വരുന്ന പോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വളവ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിനൊപ്പം പോയി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ അവിടം വരെ നമ്മൾ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ പീസ് എടുത്ത ഉള്ളിലേക്ക് മറിച്ച് അടിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് ഉള്ളിലേക്ക് മറിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ആ നെക്ക് ഒരു പൊളഞ്ഞ രീതിയിലിരിക്കും കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ സ്റ്റിച്ച് എവിടം വരെ ഉണ്ടോ അവിടം വരെ വളരെയധികം സൂക്ഷിച്ച് നമുക്ക് ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ഫുള്ളായിട്ടും കട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെറിയ പീസ് എടുത്ത ഉള്ളിലേക്ക് ഇതുപോലെ വെക്കുക. തയ്യൽ തുമ്പ് നമ്മൾ തയ്ച്ച ലൈനിങ്ങും പീസും ഒക്കെ അതുപോലെ തന്നെ വെക്കുക. തയ്യൽ തുമ്പും അങ്ങനെ തന്നെ വെക്കുക. ഇനി ആ ചെറിയ പീസ് മാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജിക്കടെ ഇതുപോലെ പുറം കാണി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല പീസിലേക്ക് സ്റ്റിച്ച് ചാടി വരരുത്. അതുപോലെ തന്നെ ആ ചെറിയ പീസിൻ്റെ ഉൾഭാഗത്തേക്കും സ്റ്റിച്ച് മാറിപ്പോകരുത്. ആ എഡ്ജിക്കടെ തന്നെ കറക്റ്റായിട്ട് തെന്നി മാറാതെ ഇതുപോലെ പുറം കാണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പതിച്ച സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല പീസിലേക്ക് ആ സ്റ്റിച്ച് ചാടിപ്പോകാതെ അതുപോലെ ഒരു കുഴിവുണ്ടല്ലോ ആ കുഴിയിലേക്കൊന്നും പോകാതെ ചെറിയ പീസിലിൻ്റെ മുകളിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഒരേ അളവിൽ തന്നെ എഡ്ജിൽ തന്നെ വന്നിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഇരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ സാധാരണഗതിയിൽ ഈ പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈത്തുന്നൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ മറച്ചിടുക, ഉള്ളിലേക്ക് മറച്ചിടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പീസ് എടുത്ത് വെക്കുക. അതിനുശേഷം ഈ പീസ് അതിലേക്ക് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാതെ വളരെ പെർഫെക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ പൊളഞ്ഞു പോകരുത് കേട്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ മാറിപ്പോവുക ചെയ്യരുത്, പുറമേക്ക് അധികമായിട്ടും പോവരുത്. നമ്മൾ കറക്റ്റായിട്ട് വെച്ചാൽ അത് എത്ര അകലത്തിലാണോ നമ്മൾ എടുത്തത് അതേ അകലത്തിൽ തന്നെ കറക്റ്റായിട്ട് അതാത് പീസിൻ്റെ നേരെ അതാത് പീസ് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം തയ്ച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ് വരും. അങ്ങനെ കയറി ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിച്ചിങ് ഇരിക്കത്തില്ല. അതുപോലെ ഈ പീസ് കറക്റ്റായിട്ട് പതിഞ്ഞ് ലൈനിങ്ങിലേക്ക് ഇരുന്നുള്ളൂ. അപ്പോൾ എഡ്ജിൽ കൂടെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൈത്തുന്നൽ തുന്നാതെ നമ്മുടെ നെക്ക് വളരെ പെർഫെക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്ക് പുറമേ നമ്മുടെ നല്ല പീസിലെ ചുരിദാറിൻ്റെ നല്ല ഭാഗത്ത് യാതൊരുവിധ സ്റ്റിച്ചും വന്നിട്ടില്ല. നമുക്ക് കൈത്തുന്നൽ ഒഴിവാക്കി നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ക്യാൻവാസ് വെക്കുന്ന അതേ പെർഫെക്ഷനോടുകൂടി തന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയുള്ള തയ്യൽ തുമ്പ് നമുക്ക് ഒളിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമ്മുടെ തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ അവിടെ കാണാതെ ഒളിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുപോകും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലേ? നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റിച്ച് പുറമേ നമുക്ക് കാണാനും പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പീസ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ, അപ്പോൾ ഫ്രണ്ട് ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ബാക്കിൻ്റെ നമ്മൾ ഷേപ്പ് വെട്ടി പീസ് എടുത്ത് വെച്ച് അറേഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അതിൻ്റെ വളവ് വരുന്ന കെർവ് വരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പൊള്ളിൽ കൊള്ളാതെ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ. സ്റ്റിച്ചിൽ ഇൻ കേസ് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പീസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞ പോലെ അരികിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തല്ലോ, അതുപോലെ തന്നെ ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കും നമ്മൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചുകൊണ്ട് വേറെ തുന്നല പരിപാടിയൊന്നും നമുക്കില്ല, വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല പീസ് മിഷീമേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ലൈനിങ് പീസ് ഉള്ളിലേക്ക് ഇതുപോലെ മാറ്റിയിടുക കേട്ടോ. നമ്മളെപ്പോഴും ജോയിൻ ചെയ്യുമ്പം നല്ല പീസും ചേർത്ത് വെച്ചിട്ടാണല്ലോ അടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ നമ്മൾ അടിച്ചു വെച്ച ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒപ്പം വെച്ച് കൊടുക്കുക. ഇനി മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ അത് തമ്മിൽ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുക്കുക. നമുക്ക് അവിടെ നിന്ന് കയറ്റിറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ഒപ്പം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്ത് ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസ് ആദ്യം വെക്കുക, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം അതിനോട് ചേർത്ത് വെക്കുക, ലൈനിങ്ങോട് കൂടി തന്നെ ചേർത്ത് വെക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഒപ്പം വെക്കുക. അതിനുശേഷം ഇതുപോലെ ലൈനിങ് കവർ ചെയ്ത് കൊടുക്കുക. ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ അവിടെ വരുമ്പോൾ നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് പിന്നീട് ഇനി അവിടെ ഒന്ന് തയ്ക്കാനൊന്നും പറ്റത്തില്ല. തയ്യൽ തുമ്പ് നമ്മൾ അകത്തേക്ക് പോവുകയാണ്, അത് ഒളിഞ്ഞ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നെക്കിൻ്റെ അവിടെ വരുമ്പോൾ
ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അത് കെട്ടഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ലൈനിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ലൈനിങ് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കെട്ടിയിട്ട് കൊടുക്കുക. നന്നായിട്ട് കെട്ടിയിട്ട് കൊടുത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഈ സ്റ്റിച്ചിങ് നമ്മൾ പുറമേ കാണുന്നില്ല. ഈ സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് വേറെ സ്റ്റിച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇത് മറിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നെറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ കനം കുറഞ്ഞ മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വശത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് കാണും. ഇതുപോലെ കോട്ടൺ പോലത്തെ സ്റ്റഫൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടോ, തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ അടിച്ച് ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് പുറമേ കാണത്തില്ല. അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.